Welcome to semester 4, main paper, BSc Physics main paper, 12th lecture. Paper Classical Mechanics and Theory of Relativity, that's the paper. And here we today study Unit 2, Conservation Laws and Properties of Space and Time. Conservation Laws and Properties of Space and Time. Before that, we study something about mechanics of system of particles, center of mass. We have to study about the center of mass. So center of mass is explained first. Center of mass, mechanics of system of particles, center of mass. Center of mass is defined as the representative point which describes translatory motion of the body and acts as if the total mass of the body is concentrated at this point and all external forces are acting at this point. Center of mass is defined as the representative point which describes translatory motion of the body and acts as if the total mass of the body is concentrated at this point and all external forces are acting at this point. അപ്പോൾ സെൻട്രൽ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റാണ്. ആ വസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അവിടെയാണ് ഈ വസ്തുവിൻ്റെ മാസ് എല്ലാം കേന്ദ്രീകരിക്കുന്നത്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ആ വസ്തുവിൻ്റെ ട്രാൻസ്ലേറ്ററി മോഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സും ഈ പോയിന്റിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സങ്കല്പം. ഇപ്പോൾ വസ്തുവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് വസ്തുവിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുക. എൻ്റയർ മാസ്, വസ്തുവിൻ്റെ ടോട്ടൽ മാസ്, അത് കേന്ദ്രീകരിക്കുന്നത് സെൻറ്റർ ഓഫ് മാസിലാണ്. അതൊരു പോയിൻ്റാണ് വസ്തുവിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഒന്ന് രണ്ട് കേസ് കണ്ടുപിടിക്കുകയാണ്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റം. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റം, രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്താണ്? ഇവിടെ നോക്കിയേ, ഈ പടത്തിൽ കാണിക്കുന്നത് ഒരു ടു പാർട്ടിക്കിൾ സിസ്റ്റമാണ്. എ ബി രണ്ട് പാർട്ടിക്കിളാണ്. ടു ബോഡി പ്രോബ്ലം. എ ബി രണ്ട് പാർട്ടിക്കിളാണ്. അവ തമ്മിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന, അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനാണ് അവിടെ വരച്ചിരിക്കുന്നത്. സി ആണ് സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് നമ്മൾ കരുതുന്നത്. സി സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഈ എ എന്നുള്ള വസ്തു ഒറിജിനിൽ നിന്ന് R1 അകലെയാണ്, ബി R2 അകലെയാണ്, സി ആണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് ക്യാപിറ്റൽ ആർ അകലെയാണ്. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ അകലം ക്യാപിറ്റൽ ആർ കാരണം. സോ കൺസിഡർ എ ടു പാർട്ടിക്കിൾ സിസ്റ്റം. എ ഈസ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ, ബി സെക്കൻഡ് പാർട്ടിക്കിൾ. The line joining them is AB, C center of mass. The position vectors of A and B are R1 and R2, small r1 and R2. And the center of mass C is at a distance capital R from the origin. We have to find R, that is capital R, that is positional vector of C, center of mass, with respect to origin. അപ്പോൾ രണ്ട് വസ്തുക്കൾ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ടു ബോഡി പ്രോബ്ലം എന്ന് പറയാം. എയും ബിയാണ് വസ്തുക്കൾ. അവയുടെ മാസ് M1 M2 ആണെന്ന് കരുതുക. R1 R2 അവയുടെ പൊസിഷൻ വെക്റ്റേഴ്സാണ്. സി ആണ് സെൻറ്റർ ഓഫ് മാസ്. സി ഇരിക്കുന്നത് ഒറിജിനിൽ നിന്ന് ക്യാപിറ്റൽ ആർ അകലെയാണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ കണ്ടുപിടിക്കുക. അതാണ് ആദ്യം ചെയ്യുന്നത്. പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? Consider a system of two particles with masses M1 and M2 with their position vectors R1 and R2 from the origin O. The center of mass will be at the point C where radius vector is capital R. Capital R, it is given by the relation MR is equal to capital M R vector is equal to M1 R1 plus M2 R2. ഈ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ രണ്ട് മാസിൻ്റെ സമാണ് കേട്ടോ. M1 plus M2 ആണ്. ദാറ്റ് ഈസ് R vector is equal to M1 R1 plus M2 R2 all with capital M. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. മുകളിലത്തെ ഇക്വേഷൻ നമ്പർ 1. ആ 1 2 അടുപ്പിച്ച് മുകളിലത്തെ 1 താഴത്തെ 2. ആ 1 മാർക്ക് ചെയ്യുക. MR is equal to M1 R1 plus M2 R2. അത് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്തോളുക. അപ്പോൾ അത് കിട്ടിയിട്ട് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആ ഡിഫറൻഷ്യേറ്റ് 1 നമ്മൾ ആ 1 എന്ന് മാർക്ക് ചെയ്ത ഇക്വേഷൻ. ഡിഫറൻഷ്യേറ്റ് 1 വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഇസ് M×dr/dt. M കോൺസ്റ്റൻ്റ് ആണ്. M×dr/dt ഈക്വൽ M1 × dr1/dt പ്ലസ് M2 ×
dr2 by dt. ഈ dr by dt എന്ന് പറയുന്നത് വെലോസിറ്റി ആണല്ലോ. എന്തിൻ്റെ വെലോസിറ്റി? സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി. സെൻറ്റർ ഓഫ് മാസ് വെലോസിറ്റി ദാറ്റ് വി റൈറ്റ് ആസ് VCM. Velocity of center of mass we write as VCM. M into VCM is equal to M1 B1 plus M2 B2. Equation number 3. Therefore, VCM equal to M1 B1 plus M2 B2 all by capital M. Equation number 4. So that is velocity of center of mass. In equation 2, we have seen the position of center of mass capital R, and this is velocity of center of mass. Now we can see what is acceleration of center of mass. Acceleration of center of mass. Differentiate 3 with respect to time. ഇതാണ് 3 MVC എന്നുള്ളത്. അപ്പോൾ ടൈമിനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ വെലോസിറ്റി ഡെറിവേറ്റീവ് ആക്സലറേഷനാണ്. സോ M into ACM is equal to M1 A1 വെക്റ്റർ പ്ലസ് M2 A2 വെക്റ്റർ. കാരണം dV1 by dt ആക്സലറേഷനാണ്, A1 ആണ്. That is ACM is equal to M1 A1 plus M2 A2 all by capital M. That is acceleration center of mass. So we have discussed two particle system from which we determine the position vector of center of mass, velocity of center of mass, and acceleration of center of mass. Acceleration of center of mass is given by ACM is equal to M1 A1 plus M2 A2 all by capital M. That is the equation. Now we can see center of mass of n particle system. The center of mass of two particle system we have seen. Now we see center of mass of n particle system. N particle. If there are n particle, the position vector can be written similarly in the manner r vector is equal to M1 R1 plus M2 R2 plus etc. plus M1 Rn all by capital M, where capital M is equal to M1 plus M2 plus M3 plus etc. plus Mn. Similarly, the velocity of center of mass we can write as VCM is equal to M1 B1 plus M2 B2 plus etc. plus Mn Bn all by capital M. The acceleration center of mass is given by M1 A1, that is F1 plus F2 plus etc. plus Fn all by capital M. Fn plus F2 plus etc. plus Fn. That is a vector addition. So we write as F total of the force by capital M. That is acceleration center of mass. This is same as epistle MA. So from this topic we can expect a question like this. Define center of mass. Find the position, velocity and acceleration center of mass for 1 2 particle system, 2 n particle system. Question you read, define center of mass. Find the position, velocity and acceleration of center of mass of, you write of 1 2 particle system, 2 n particle system. Center of mass define ചെയ്യുക നമ്മൾ കണ്ടതാണ്. ഇനി ഒരു 2 particle സിസ്റ്റത്തിൻ്റെ അതുപോലെ n particle സിസ്റ്റത്തിൻ്റെ പൊസിഷൻ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ആക്സലേഷൻ ഇവ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇനി ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ഉള്ളതാണ്. ഇത് വേറെ ക്വസ്റ്റ്യനും വരുന്നുണ്ട്, ടോർക്ക് പഠിക്കുമ്പോഴേക്ക് വരുന്നതാണ്. ഷോ ദാറ്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് സെൻറ്റർ ഓഫ് മാസ് CM, സെൻറ്റർ ഓഫ് മാസ് മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. Show that in the absence of external force, center of mass moves with constant velocity. ഈ ബാഹ്യമായിട്ട് ഫോഴ്സ് ഇല്ല എങ്കിൽ സെൻറ്റർ ഓഫ് മാസ് സ്ഥിരവേഗത്തിൽ പോകും, തെളിയിക്കുക. ബാഹ്യമായിട്ട് ഫോഴ്സ് പ്രവർത്തിക്കാൻ ഇല്ല എങ്കിൽ സെൻറ്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് ചലിക്കുന്നത് എന്ന് തെളിയിക്കുക. സോ വി റൈറ്റ് ദ ഇക്വേഷൻ ACM is equal to F dot by capital M, that is given F dot is 0. Therefore MACM is 0. ACM is equal to 0 by M is equal to 0. What is ACM? dVCM by dt. The velocity derivative is acceleration. dVCM by dt is equal to 0. Therefore VCM is equal to constant. Velocity of center of mass is constant when a particle is moving without the action of any external force. ബാഹ്യ ബലത്തിൻ്റെ ആക്ഷൻ ഇല്ലാതെ ഒരു വസ്തു ചലിച്ചാൽ അതിൻ്റെ സെൻറ്റർ മാസ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഇനി ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടി ഒന്ന് ചോദിക്കും. സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലെ മാസ് കേന്ദ്രീകരിക്കുന്ന വസ്തുവിലെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റാണ്. ഇപ്പോൾ ഒരു യൂണിഫോം ഡിസ്ക് ഒക്കെ ആണെങ്കിൽ അതിൽ സെൻറ്റർ, യൂണിഫോം സ്പിയർ ആണെങ്കിൽ സെൻറ്റർ, അതാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? അതോ തന്നെയാണ് ചെറിയ വസ്തുക്കളാണെങ്കിൽ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലെ എല്ലാ പാർട്ടികളുടെയും വെയിറ്റ്, റിസൾട്ടിൻ്റെ വെയിറ്റ് പ്രവർത്തിക്കുന്ന പോയിന്റ്. അപ്പോൾ നോക്കുക, എന്താണ് സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ഡിഫറൻസ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ വസ്തുവിലെ അനേകം പാർട്ടികളിൻ്റെ റിസൾട്ടിൻ്റെ മാസ്, എൻ്റയർ മാസ് പ്രവർത്തിക്കുന്ന ഒരു പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ്. എല്ലാ പാർട്ടികളുടെ വെയിറ്റ് റിസൾട്ടൻ്റ് പ്രവർത്തിക്കുന്ന ഒരു പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അവ തമ്മിൽ വ്യത്യാസമുണ്ടോ? ചെറിയ വസ്തുവാണെങ്കിൽ തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒരേ പോയിന്റ് തന്നെയാണ്. വലിയ വസ്തുക്കളാകുമ്പോൾ ജി ഒക്കെ ഒന്ന് മാറാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ജി മാറുന്നതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വലിയ വസ്തുക്കൾക്ക് മാറും, പക്ഷേ സെൻറ്റർ ഓഫ് മാസിന് മാറ്റമില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി നോട്ട് ടു ബോഡി. Center of gravity of a body is defined as the point at which the whole weight, not a mass, you hear, whole weight of a body is supposed to be concentrated. The center of mass is a point where the mass is concentrated. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ എൻ്റയർ വെയിറ്റ് വരുന്ന ഒരു പോയിൻ്റാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ചെറിയ വസ്തുക്കൾക്ക് സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യും. വലിയ വസ്തുവാണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് സ്ലൈറ്റ് ആയിട്ട് മാറാം. കാരണം പ്ലേസ് മാറുമ്പോൾ, ലെങ്ത് മാറുമ്പോൾ, ഡിസ്റ്റൻസ് മാറുമ്പോൾ ജിക്ക് വേരിയേഷൻ ഉള്ളത് കൊണ്ട്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. For small bodies, the center of mass and center of gravity coincide with each other. For a body of such a large dimension that the value of G is different at its different parts, the center of mass may not coincide with the center of gravity. In gravity-free space, the center of gravity makes no meaning, whereas center of mass has still a meaning. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് മാസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ സ്മോൾ ബോഡീസ് ദ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കോയിൻസൈഡ് വിത്ത് ഈച്ച് അതർ. ചെറിയ വസ്തുക്കൾക്ക് സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരുമിച്ച് വരും. ഫോർ എ ബോഡി ഓഫ് സച്ച് എ ലാർജ് ഡയമെൻഷൻ, വലിയ അളവുള്ള വസ്തുവാണെങ്കിൽ, ദാറ്റ് വാല്യൂ ഓഫ് ജി ഈസ് ഡിഫറൻറ്റ് അറ്റ് ഇറ്റ്സ് ഡിഫറൻറ്റ് പോയിൻറ്റ്സ്. ജി പല സ്ഥലത്തും വ്യത്യാസപ്പെടാവുന്ന വലിയ സൈസുള്ള വസ്തുവാണെങ്കിൽ ദ സെൻറ്റർ ഓഫ് മാസ് മേ നോട്ട് കോയിൻസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസ് ഒരുമിച്ച് വരില്ല. ഇനി ഗ്രാവിറ്റി ഫ്രീ സ്പേസ്, ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സി ജി മേക്സ് നോ മീനിങ്. അതായത് ഈ ജി ഇല്ലാത്ത സ്ഥലത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അർത്ഥമില്ല, കാരണം എം ജി അളക്കാൻ പറ്റത്തില്ല. അപ്പോഴും സെൻറ്റർ ഓഫ് മാസിന് മീനിങ് ഉണ്ട്, അതാണ് അർത്ഥം. So the question is distinction between the center of mass and center of gravity. This is a previous question. ഇനി നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യുകയാണ്. ആദ്യ ഫസ്റ്റ് പ്രോബ്ലം. If the center of mass of three particles of masses 1, 2 and 3 kilogram be at the point 333, then where should a fourth particle of mass 4 kg be placed so that the combined center of mass is at 1, 1, 1. Read it again. If the center of mass of three particles of masses 1 kilogram, 2 kilogram and 3 kilogram be at the point 333, then where should a fourth particle of mass 4 kilogram be placed so that the combined center of mass is 1, 1, 1. But the XYZ coordinate, 3-dimensional coordinate ആണ് XYZ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് 333 ആണ്. ആ 3 പാർട്ടിക്കിളുടെ മാസ് യഥാക്രമം 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 3 കിലോഗ്രാം ആണ്. എവിടെ നാലാമത്തെ വസ്തു വെക്കണം?
4 കിലോഗ്രാമുള്ള നാലാമത്തെ വസ്തു വെക്കണം. വെച്ചാൽ ഈ സെൻറ്റർ ഓഫ് മാസ് 111ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ചോദ്യം. എവിടെയാണ് നാലാമത്തെ മാസ് വെക്കേണ്ടത്? 4 കിലോഗ്രാം വെക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസ് 111ലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആദ്യം പറയും. ആ 3 പാർട്ടിക്കിൾ സിസ്റ്റം R is equal to M1R1 plus M2R2 plus M3R3 all by capital M. അത് നമ്മൾ കൊടുത്തു. ദാറ്റ് ഈസ് 333 is equal to 1R1 plus 2R2 plus 3R3 by 6. 3I plus 3J plus 3K. നമ്മൾ ഈ പോയിന്റിന് വെക്ടറാക്കി പറയണം. ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഒരു പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 333 ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ IJKയിൽ പറയണം. 3I 3J 3K എന്ന് കാണാം. അപ്പോൾ പോയിന്റിൽ നിന്ന് പൊസിഷൻ വെക്ടറിലേക്ക് വരണം. 3I plus 3J plus 3K ഈക്വൽ ടു ഇപ്പുറത്ത് 2R1 plus 1R1 plus 2R2 plus 3R3 by 6. കാരണം ആകെ മാസ് 3 plus 2 plus 1 ആണ്, 6 ആണ്. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18I plus 18J plus 18K is equal to 1R1 plus 2R2 plus 3R3. ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ 4 പാർട്ടിക്കിൾ സിസ്റ്റം പറയും. അപ്പോൾ 4th പാർട്ടിക്കിൾ വെക്കുന്നത് R4ലാണ്. R4 എന്ന് പറഞ്ഞാൽ X4, Y4, Z4 എന്നുള്ള പോയിന്റാണ്. അപ്പോൾ നാലാമത്തെ പാർട്ടിക്കിൾ R4ൽ വെക്കുകയാണ്. R4 X4, Y4, Z4 എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വെക്കുമ്പോൾ പുതിയ സെൻറ്റർ ഓഫ് മാസ് 111 ഈക്വൽ ടു 1R1 പ്ലസ് 2R2 പ്ലസ് 3R3 പ്ലസ് 4R4. 4 പാർട്ടിക്കിളില്ലേ പുതിയ കേസ്. ബൈ ടോട്ടൽ മാസ് 6 plus 4 10 എന്ന് വരും. ആ സ്റ്റെപ്പ് നമ്മൾ പൊസിഷൻ വെക്ടർ റിപ്പീറ്റ് ചെയ്യണം. 1I plus 1J plus 1K is equal to RHS. 1R1 plus 2R2 plus 3R3 plus 4R3 all by R4 all by 10. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10I plus 10J plus 10K is equal to 1R1 plus 2R2 plus 3R3 plus 4R4. That is 10I plus 10J plus 10K. നമുക്ക് ആ 1R1 plus 2R2 plus 3R3 എന്നുള്ളത് 18I plus 18J plus 18K 18 ആകട്ടോ 18K എന്ന് മോളിൽ കാണിച്ചിട്ടുണ്ട്. നോക്കി ഈ കാണുന്നത് ഇക്വേഷൻ നമ്പർ 1. 18I plus 18J plus 18K is equal to 1R1 plus 2R2 plus 3R3. ആ വാല്യൂ ഇവിടെ കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ നോക്കിയാൽ 18I plus 18J plus 18 ആകട്ടോ. ഒരു 1 അവിടെ മിസ്സിങ്, അത് എഴുതിക്കൊള്ളാം. 18K പ്ലസ് 4R4. അത് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -8I പ്ലസ് -8J -8K is equal to 4R4. therefore R4 is equal to ഡിവൈഡ് ചെയ്യണം 4 കൊണ്ട് ത്രൂ ഔട്ട് ഈക്വൽ ടു -2I -2J -2K is equal to -2 -2 -2. This is the point where the fourth mass of 4 kg be placed. ഇതാണ് ഉത്തരം. പിന്നെ കണക്ക് 2 കണക്കൂടി നമുക്ക് ചെയ്യാം അടുത്ത ക്ലാസ്. That is all with your 12th lecture on this paper. We continue with these problems, this type of problems in the next class. Thank you.